രൂക്ഷമായ പ്രതികരണമാണ് ശ്രീകുമാരൻ തമ്പിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. തുടർന്ന് വിവാദം ഇപ്പോൾ കൊഴുക്കുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ഒഴിവാക്കിയിട്ടില്ല എന്നതാണ് അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദന്റെ പുതിയ പ്രതികരണം. നിലവിൽ 3 പേരുടെ വരികൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അന്തിമ തീരുമാനം വരികൾക്ക് സംഗീതം നൽകിയ ശേഷമായിരിക്കുമെന്നാണ് കെ സച്ചിദാനന്ദൻ പറയുന്നത്. ആളുകൾക്ക് പാടാവുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ആ മ്യൂസിക്കും ചേർത്ത് ഒരു കമ്മിറ്റിയിൽ നമ്മൾ വയ്ക്കാൻ പോവുകയാണ്. ആ കമ്മിറ്റിയിൽ വെച്ചിട്ട് മാത്രമേ ഫൈനൽ തീരുമാനമുള്ളൂ. ആ ഫൈനൽ തീരുമാനം ആവാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ നേരിട്ട് അങ്ങനെ അറിയിക്കാതിരുന്നത്. ഇപ്പോൾ അറിയിക്കാന്ന് വെച്ചാൽ ഇപ്പോഴും ഇനി വീണ്ടും അതിലേക്ക് തിരിച്ചു പോയിക്കൂടാന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയില്ല. ഈ കമ്മിറ്റി കൂടുമ്പോൾ എങ്ങനെയാണ് പറയുക എന്നുള്ളത് അതിലിപ്പോൾ എം ലീലാവതിയുണ്ട്, ഏഴാച്ചേരി രാമേന്ദ്രൻ്റെ, MR രാഘവനുണ്ട്, അങ്ങനെയുള്ള കുറച്ച് ആളുകളുള്ളൊരു ഗവൺമെൻറ് തന്നെ നിയമിച്ചൊരു കമ്മിറ്റിയാണ്. ഞങ്ങൾ അതിലൊരു ഏജൻസി മാത്രമാണ് വാസ്തവത്തിൽ. രണ്ടോ മൂന്നോ പാട്ടുകൾ അതിൽ നിന്ന് ഒരെണ്ണം ശിവാനന്ദ നമ്മൾ പറഞ്ഞു കഴിച്ചാണ്. അപ്പോൾ അത് പരിഗണിക്കാതെ വയ്യ. അതോടൊപ്പം തന്നെ വന്ന പാട്ടുകളിൽ ചിലതുണ്ട്, അത് ചിലത് കൂടുതൽ കമ്മിറ്റിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പാട്ടുകളിൽ 2-3 എണ്ണത്തിന് അതിൽ തിരഞ്ഞെടുത്ത 2-3 എണ്ണത്തിന് നമ്മൾ മ്യൂസിക് കൊടുത്ത് നോക്കിയിട്ട് ഒരു ഫൈനലായിട്ട് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറിയിക്കും. അങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടില്ല. ഫൈനലായിട്ടുള്ള റിജക്ഷൻ വാസ്തവത്തിൽ ഉണ്ടായിട്ടില്ല. അതേസമയം ശ്രീകുമാരൻ തമ്പി അപമാനിച്ചിട്ടില്ല എന്നും ആ ഗാനം ഉൾപ്പെടെ പരിഗണനയിലുണ്ട് എന്നും അക്കാദമി സെക്രട്ടറി CP അബൂബക്കറും വിശദീകരിക്കുന്നു. സർക്കാർ കൂടി അംഗീകരിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനമെന്ന് CP അബൂബക്കർ പറയുന്നു. ഗവൺമെൻറ്റിൻ്റെ കൂടി തീരുമാനത്തിൻ്റെ വിഷയമാണ്. കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും കൂടി തീരുമാനത്തിൻ്റെ വിഷയമാണ്. ഇത് ദീർഘകാലം നിലനിൽക്കേണ്ടുന്നൊരു ഗാനമാണ്. നിലവിൽ ഒരു പാട്ടും സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഇതിലൊരു മെമ്പർ സെക്രട്ടറി മാത്രമാണ്. എന്നാലും അക്കാഡമി എല്ലാവരോടും പാട്ട് എഴുതാൻ ആവശ്യപ്പെടാറില്ലല്ലോ. പാട്ട് എഴുതേണ്ട ഒരു ആവശ്യം വന്ന അവസരത്തിലാണല്ലോ അക്കാഡമി പാട്ടിന് ചോദിച്ചത്. പിന്നെ തമ്പി സാറിനോട് വളരെ ആദരവോടുകൂടിയാണ് ഞാൻ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ നിന്ന് വെക്കുന്നതാണ്. ഞാൻ വളരെ ആദരവോടുകൂടിയാണ് സംസാരിച്ചത്. അദ്ദേഹത്തിനെ അവമാനിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും സാഹിത്യ അക്കാദമിക്കില്ല. MS ലിഷോയ് വിവരങ്ങളുമായി. ലിഷോയ്, ബാലചന്ദ്രൻ ചുള്ളിക്കാട് അക്കാദമിക്കെതിരെ അടുത്ത ദിവസം കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ശ്രീകുമാരൻ തമ്പി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ഇപ്പോൾ മാതൃഭൂമി ന്യൂസുമായി അക്കാര്യം വിശദീകരിക്കുകയും ചെയ്തത്. ഒരു വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക്, ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. 3000-ലധികം ഗാനങ്ങൾ എഴുതിയ, മലയാളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും തലപ്പൊക്കമുള്ള ഗാനരചയിതാവാണ് ശ്രീകുമാരൻ തമ്പി. അങ്ങനെയുള്ള ശ്രീകുമാരൻ തമ്പിയെ ഗാനം അങ്ങോട്ട് നിർബന്ധിച്ച് എഴുതിപ്പിച്ച് വാങ്ങിച്ചതിന് ശേഷം ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയാണോ? അതായത് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ശ്രീകുമാരൻ തമ്പിയുടേത് ഉൾപ്പെടെ 3 പേരുടെ വരികൾ നിലവിൽ അക്കാദമിയുടെ പരിഗണനയ്ക്കുണ്ട്. ഈ 3 പേരുടെ വരികൾക്കും സംഗീതം നൽകിയ ശേഷം അതിൽ കേൾക്കാൻ കൂടുതലായി ആളുകൾക്ക് കേൾക്കാനും അതുപോലെ തന്നെ പാടാനും കഴിയുന്ന ഒരു ഗാനം തിരഞ്ഞെടുക്കും എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അതല്ലാതെ ശ്രീകുമാരൻ തമ്പിയെ അപമാനിക്കാൻ വേണ്ടി യാതൊന്നും തന്നെ അക്കാദമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഈ വരികൾ നൽകിയതിന് നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കത്ത് നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഈ വിവാദങ്ങൾക്ക് വഴി തെളിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് യാതൊരു വിധത്തിലും അക്കാദമിയുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങളും മറ്റും ഉണ്ടായില്ല. തന്നോടും സമാനമായ രീതിയിൽ, അതായത് ബാലചന്ദ്രൻ ചുള്ളിക്കാരനുണ്ടായ സമാനമായ അനുഭവം തനിക്കും ഉണ്ടായി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പറയുന്നത് ആ ഒരു ഗാനം ഇതുവരേക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അന്തിമ തീരുമാനത്തിലേക്ക് എത്താത്തത് മൂലമാണ് ഈ സാഹിത്യ അക്കാദമിയുടെ ഒരു പുരസ്കാരവും എന്റെ രചനകൾക്ക് അക്കാദമി ഈ കാലയളവിൽ ഇതുവരെയും നൽകിയിട്ടില്ല. 3000-ലധികം ഗാനങ്ങൾ എഴുതി മലയാളികൾ ഏറ്റുചൊല്ലുന്ന ഒട്ടേറെ ഗാനങ്ങളുണ്ട്. അങ്ങനെയുള്ള തന്നോട് ഒരു വിധേയത്വവും അക്കാദമിയോട് ഇല്ലാത്ത തന്നോട് നിർബന്ധിച്ച്, ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞു, വീണ്ടും വിളിച്ച് നിർബന്ധിച്ചു, അങ്ങനെ എഴുതിച്ച ഗാനമാണ്. ഇങ്ങനെ നിരവധി ഗാനങ്ങളിൽ നിന്ന് മികച്ച തിരഞ്ഞെടുക്കാനാണ്, അങ്ങനെ ഒരു പാനലിലേക്കാണ് ഇത് പോകുന്നത്. അങ്ങനെ അറിയിക്കേണ്ടിയിരുന്നില്ലേ ശ്രീകുമാരൻ തമ്പി? അങ്ങനെ മത്സരാധിഷ്ഠിതമായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം അതിന് നിൽക്കില്ലായിരുന്നല്ലോ. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണോ ഇതെല്ലാം? തീർച്ചയായും. അതായത് കെ സച്ചിദാനന്ദൻ പറയുന്നത് ഇത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഉണ്ടായ ഒരു കാര്യമാണ്. അത് ഈ ഒരു ഗാനം തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയും അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും അതിനോടൊപ്പം തന്നെ കമ്മിറ്റി രൂപീകരണവും എല്ലാം തന്നെ അത് നേരത്തെ തന്നെ രൂപീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രസിഡന്റായ തനിക്ക് അതിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. താനൊരു ഏജൻസിയായി, സാഹിത്യ അക്കാദമി ഒരു ഏജൻസിയായി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതിൽ വിദഗ്ധരായ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഇതിൽ തീരുമാനമെടുക്കുന്നത്. ഇതിൽ ഒരുപക്ഷെ ശ്രീകുമാരൻ തമ്പിയെ ഈ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കുന്നതിൽ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് അക്കാദമിക്ക് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം
യാതൊരു വിധത്തിലും ഇതൊരു മത്സരത്തിന് വേണ്ടിയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരേക്കും ശ്രീകുമാരൻ തമ്പിയെ അക്കാദമിയിൽ നിന്ന് അറിയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിൽ ഒരു വിശദീകരണവുമായാണ് ഇപ്പോൾ അക്കാദമി രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങൾ വരികൾ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള അറിയിപ്പുകളോ മറുപടികളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. വരികൾ നൽകിയതിന് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് നൽകിയതല്ലാതെ മറ്റ് യാതൊരു വിധത്തിലുള്ള നടപടിയും ഈ ഒരു ഗാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രസിഡന്റിന്റെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. എന്തായാലും വല്ലാത്തൊരു വിവാദമാണ്. വളരെ പ്രമുഖരായ മുൻനിരക്കാരായ എഴുത്തുകാർ, ജനങ്ങൾ, ആസ്വാദകർ, ആരാധിക്കുന്നവർ, അവർ തമ്മിൽ വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്കടക്കം പോകുന്ന ദുസ്ഥിതിയാണിപ്പോൾ സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഈ വിവാദം. അതിൻ്റെ തുടർച്ചയിലാണിപ്പോൾ കേരള ഗാനവുമായി ബന്ധപ്പെട്ടും വലിയ വിവാദങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. MS ഷോയാണ് വിവരങ്ങൾ നൽകിയത്.